അവളെ എങ്ങോട്ടാ പോയെ? നിങ്ങൾ ആ സൈഡിൽ നോക്കോ, ഞങ്ങൾ ആ സൈഡിൽ നോക്കാം. ഛേ, സീതേ, ഇതാ വരണോ? എന്താടി നിനക്ക് ഇത്തിരി പോലും സ്നേഹമില്ലാത്ത? ഞാൻ കുളിക്കാൻ പറഞ്ഞിട്ടും ഇങ്ങനെ കിടന്ന് തൊള്ള തുറക്കണോ? എനിക്കറിയാം, ആ കണ്ടത്തിൽ കൊണ്ടുപോയി കെട്ടാനല്ലേ. എന്നിട്ട് വേണമല്ലോ രാവണനെ നോക്കി വെള്ളം ഇറക്കാൻ. അറിയണില്ല എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. എന്തേ ഇപ്പൊ കാറിനില്ലേ? നാവിറങ്ങിയോ? ഓ, തമ്പ്രാട്ടിയുടെ നീരാട്ട് കഴിഞ്ഞ് എത്തിയോ? ആരെ കാണിക്കാനടി നിന്റെ ശൃംഗാരം? കുട്ടി ഇപ്പൊ വിശന്നേക്കും. അവന്റെ മുമ്പിൽ ആഹാരം കണ്ടോണം. നിന്ന് കുണുങ്ങണ്ട് വല്ലതും വെച്ചുണ്ടാക്കാൻ നോക്ക്. നാശം പിടിച്ചോളൂ, കാരണം കൂട്ടി പട്ടിണി കിടക്കേണ്ടി വരുമെന്നാ തോന്നണേ. കൃഷ്ണ, ഭക്ഷണം. ഇതിന് മധുരമില്ല. വന്നവനവർക്കൊന്നും ശ്രദ്ധയില്ല. പോയിരുന്നു തൂക്കട്ടെ.
ചിന്തു ചേച്ചി, ചിന്തു ചേച്ചി, ഇന്നലെ പറഞ്ഞിരുന്നില്ലേ ലോലോലിക്ക? അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആരെ കാണിക്കണ്ട, വേഗം കഴിച്ചു. ആ അപ്പൂട്ടൻ കാണണ്ട, കൊതിയൻ കൊറേ കഴിച്ചു. ചിന്തേച്ചിക്ക് വേണ്ടി ഞാൻ വേഗം കൊണ്ടുവന്നതാ. വേഗം കഴിച്ചു. ഇക്കോ വേണ്ട. അയ്യോ, ചിന്തേച്ചി കരയാണോ? അമ്മ വഴക്ക് പറഞ്ഞോ? അയ്യോ, സാരമില്ല കേട്ടോ, ഞാൻ വേറൊരു കൂട്ടം തരാം. അപ്പൊ കരച്ചിലൊക്കെ മാറും. ഇത് കഴിച്ചോ. ലോലോലിക്ക് ഇവിടെ വെക്കുകയാണേ, ഞാൻ പോവാണേ. ചിന്തുക്കുട്ടിക്ക് ഒരുപാട് വേദനിച്ചോ? ചിന്തുക്കുട്ടി എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കൊന്നും പറയാനില്ല. എന്നെ വിടാറുണ്ടേടാ അമ്മായി, എന്നെ വിടാൻ ഉണ്ടല്ലേ, ആസ്വദിച്ചോട്ടെ. എന്നെ വിട്ട് 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 മാറ്. ആഹാ, എവിടെ നാടി ഉരുമ്പെട്ടവളാ എനിക്ക് ധൈര്യം വന്നത്? എന്നെ കഴിഞ്ഞിട്ട് അടിക്കാൻ മാത്രം വളർന്നാടി നീയോ? അഹങ്കാരി. നമസ്കാരം. 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 അകത്തേക്ക് വരൂ. ഇത് ചൈത്രയ്ക്ക് വേണ്ടിയുള്ളതാ. ശരവണ, അതിങ്ങ് തരൂ. ഇതൊരു ചെറിയ സമ്മാനം. അവളെ മുഴുവനായി എന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞ തുക മുഴുവൻ കിട്ടും. അരവിന്ദ, ഇത് കൊണ്ടുവയ്ക്ക. എന്നാലും സാവിത്രി ചെയ്തത് ഇത്തിരി കടുത്തുപോയി. ആ കുട്ടിക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ. ഹായ്, ഇതെന്തായി പറയണേ? ആ കുട്ടിയുടെ ഭാഗ്യം പ്രായക്കൊരു വിഷയാണോ? ആ മുതലാളിക്ക് ഇത്രയ്ക്കൊന്നും പ്രായമില്ലാന്നേ. ആ കുട്ടിയെ വിറ്റതാ. സാവിത്രിക്ക് പണത്തോടുള്ള ആർത്തി ഈ നാട്ടിൽ ആർക്കാ അറിയാത്തത്? എന്തായാലും കൊള്ളാം. കല്യാണം നടത്തിയ ആർക്കും സംശയം തോന്നില്ലാലോ.
എന്താ മോനെ, അയാള് വാക്കൊന്നും മാറില്ലല്ലോ അല്ലേ? ഇല്ലാന്ന് ഉറപ്പിക്കാം. പക്ഷേ എന്നാലും അമ്മേ, ഞാൻ അവളെ ഒരുപാട് കൊതിച്ചായിരുന്നു. ഒന്നുമില്ലെങ്കിലും എന്റെ മുറപ്പെണ്ണല്ലേ, ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. ഓ എടയുടെ നാശം പിടിച്ചവനെ, കിട്ടാൻ പോണ 55 ലക്ഷമാണോ അതോ ആ എല്ലും തൊലി പെണ്ണാണോ നിനക്ക് വലുത്? അത് പണം തന്നെയാ. ആ അത്രയേ ഉള്ളൂ. ഇത്ര നാള് തിന്നും മുടിച്ചില്ലേ, അതിന് പകരെങ്കിലും ആവട്ടെ. പണം കയ്യിൽ കിട്ടിയ നല്ല മണി പോലത്തെ ചുള്ളത്തി പെമ്പിള്ളാരെ നിനക്ക് ഞാൻ കൊണ്ടുതരും. അത് മതി. എനിക്ക് സമ്മതമല്ല. പലവട്ടം പറഞ്ഞില്ല അമ്മായി, എനിക്ക് സമ്മതമില്ലാന്ന്. നിന്റെ സമ്മതം ആർക്ക് വേണോടി? ഞാൻ സമ്മതിക്കാൻ നടക്കില്ല അരവിന്ദേട്ടാ. കേട്ടില്ലേ അമ്മേ, അവളുടെ സമ്മതം വേണോത്ര. എന്താ അരവിന്ദ, കുട്ടി ഇങ്ങനെ കളിയാക്കാണ്ടിരിക്കേ. അവളനുസരിക്കും, കുട്ടി അനുസരിക്കും, അമ്മായി പറയണതൊക്കെ അനുസരിക്കും. ഇല്ലേ, അനുസരിക്കില്ലേ നീ? മാത്രം എന്നെ കൊണ്ട് പറ്റില്ല അമ്മായി, ഞാൻ അനുസരിക്കില്ല. എനിക്ക് അയാളെ കല്യാണം കഴിക്കണ്ട. തിന്നു മുടിച്ചിവിടെ കഴിയുന്നോ നിന്റെ വിചാരം? എന്റെ കുട്ടി അങ്ങനെ നിരിക്കേ വേണ്ട, നടക്കില്ല. പറയണതനുസരിച്ച് അയാളുമായിട്ട് പേളി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങിക്കോണം. കിട്ടാൻ പോകുന്ന സൗഭാഗ്യം തട്ടിത്തെറിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല. വാടി ഇവിടെ. എന്നെ വിട്ടേ, തൊട്ടു പോകരുത്. എനിക്കറിയാൻ പോവാൻ. കൃഷ്ണ, നാളുകൾ എണ്ണണത് എൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടിയിട്ടല്ല. ഞാൻ കുരുതി കൊടുക്കുന്ന ദിവസം എണ്ണി കഴിയണത്. ഞാൻ വേദനിക്കണതൊന്നും നീ അറിയണില്ലേ കൃഷ്ണ? അയാളെന്നെ തൊടണ ദിവസം ഞാൻ മരിച്ചു നീ കൂട്ടിയാൽ മതി. അതിനപ്പുറത്തേക്ക് ചിന്തയൊന്നും പറയാനില്ല. എടി ചിന്തു, ചിന്തു. കൊലവിളി തുടങ്ങിയിരിക്കണോ? ഒരു ദിവസം പോലും ആ കുട്ടീനെ വെറുതെ ഇരുത്തില്ല. കഷ്ടം. അതെന്താമേ, എപ്പോ വന്നാലും കേൾക്കാലോ. കേസ് കൊടുക്കാൻ പാടില്ലേ ഇങ്ങനെയിട്ട് ഉപദ്രവിക്കണത്? ഓ, എന്താ കുട്ടി പറയണേ? ആര് കൊടുക്കാൻ? അല്ല, ആർക്കാ അതിന് നേരം? അവനവന്റെ കുടുംബത്തിൽ വന്നാലേ പൊള്ളുള്ളൂ. കഷ്ടം. ഞങ്ങളുടെ അവിടെ അങ്ങനെ ആവണം. അവിടെ ഒന്നും ഇങ്ങനത്തെ ആളുകളില്ല. പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടി. അവിടത്തെ പോലെ അല്ലല്ലോ. ഒരു ക്ഷേത്രം, കുടിവെള്ളത്തിനൊരു കിണർ, പൊതുവായൊരു കുളം, അതായി നാട്. അല്ലാണ്ട് ആർക്കും ഒന്നും സ്വന്തമായിട്ടില്ല. ആ ശങ്കരേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ആ കുട്ടിക്ക് ഒന്നും അറിയണ്ടായിരുന്നു. ആ പുള്ളി പോയതോടെ തുടങ്ങി ആ കുട്ടിയുടെ കഷ്ടകാലം. ഷോ, കഷ്ടം. പിടിച്ചു കെട്ടിക്കാൻ പോവാ തന്തയുടെ പ്രായമുള്ള ഒരുത്തനെയും കൊണ്ട്. പൈസയ്ക്ക അവക്കങ്ങ് ആക്രാന്തവ ആ ചെക്കനും. എന്താ ചെയ്യാൻ എൻ്റെ ദേവിയെ? അവരായി അവരുടെ പാടായി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്താ അറിഞ്ഞില്ലേ? നമ്മുടെ അമ്മണി ചത്തു. ഞാനറിയാനാ? ഞാനില്ലാണ്ട് നീടൊന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടേ? നീ അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. തന്നെ ഇറങ്ങി എങ്ങോട്ടേലും വെക്കോ, അല്ലേ ഇടപ്പട്ടിണി കിടന്ന് ചായേണ്ടി വരും. എന്തോട്ടി പോവാ? എങ്ങോട്ടേക്കാണെന്നൊന്നും അറിയില്ല. അവരുടെ ഇഷ്ടത്തിന് അഭിനയിക്കാം. നീ എങ്ങനെ രാവണനെ കാണുമെന്ന് എനിക്കറിയണം. ചിന്തയില്ലാണ്ട് നീ രാവണനെ കാണില്ല.
കാണില്ല നീ ഒരിക്കലും കാണില്ല. ചിന്ത ഉണ്ടാവില്ല നിന്നെ കാണിച്ചു തരാൻ. നിനക്കും കിട്ടണ്ട. അമ്മയ്ക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഞാൻ ദിവസം ചോറ് കൊടുക്കുന്നു നിനക്കറിയാലോ. അതിൻ്റെ അസൂയിക്കാം കുറേ കാക്കകൾ കൂടി അവളെ കൊത്തിക്കൊന്നു. ശേഷിയില്ലാത്തവരെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഇത് രസമല്ലേ എല്ലാവർക്കും. സ്വന്തം വർഗത്തിൽ തന്നെ. ഉണ്ണീതിരി മുത്തശ്ശൻ പറയണതൊന്നും തെറ്റിയിട്ടില്ല എന്ന് നിനക്കറിയാലോ. എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. വലിയ വലിയ കാര്യങ്ങളാ നടന്നിട്ടുണ്ട്. ഇനി നടക്കുമെന്നറിയില്ല എൻ്റെ കൃഷ്ണ. സാവിത്രി അമ്മേ, എന്തായി ഒരുക്കങ്ങളൊക്കെ? ആഹാ, നാരായണൻ എങ്ങടേക്ക് തന്നെ പിടിച്ചതാണോ? അതെല്ലോ, കൃഷ്ണന്റെ അമ്പലത്തിലൊന്ന് കയറി. ആഹാ, പൂജ നടക്കല്ലേ? ഉവ്വ്. ആ ഉണ്ണിതരി അവിടെങ്ങും കണ്ടില്ലല്ലോ. ഇല്ലച്ച, ചൊല്ലും വിളിയായ ആൾത്തറയിൽ കാണേണ്ടതാ. ആർക്കറിയാം, സ്ഥിരതയില്ലാത്ത നശൂലം. ഹാ, അതിരിക്കട്ടെ. ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? മറുപടി തന്നില്ലല്ലോ. എന്നാലും എന്റെ സാവിത്രി അമ്മേ, എന്റെ കഞ്ഞുകൂടി മുട്ടിച്ചൂട്ടോ. നാരായണൻ അറിയാലോ, ചെല്ലൂരില്ലത്തുള്ളവരാരും ആരുടെയും കഞ്ഞൂടി മുട്ടിക്കില്ലാന്ന്. അങ്ങോട്ട് വരണമില്ല. ഉവ്വേ, അവളെ ഞങ്ങള് പൊന്നു പോലെയല്ലേ നോക്കണേ. അതിവിടെ ഉള്ളവർക്ക് എല്ലാം അറിയാം നന്നായി നോക്കണുണ്ടെന്ന്. എന്താ അവൾക്ക് ഇവിടെ ഒരു കുറവ്? 3 നേരം തിന്നാൻ കിട്ടുന്നുണ്ട്, ഉടുക്കാൻ തുണിയുണ്ട്, പോരാത്തതിന് 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അവള് പോലും സ്വപ്നം കാണാത്തൊരു ജീവിതമല്ലേ അവൾക്ക് കിട്ടാൻ പോണേ. ഇത്തിരി പ്രായമുണ്ടെന്നേ ഉള്ളൂ. അവൾ അതിന് മാത്രം എൻ്റെ എമ്പയൊന്നും അല്ലല്ലോ. മുതലാളി കണ്ട് ഇഷ്ടപ്പെട്ട തന്നെ അവളുടെ ഭാഗ്യാന്നും കുട്ടിക്കോ. അങ്ങട് കൊടുത്ത് കെട്ടിക്കാനൊന്നും എൻ്റെ മകളൊന്നും അല്ല. ഇങ്ങോട്ട് തരാന്ന് പറയുമ്പോ അത് വേണ്ടെന്ന് വെക്കാൻ അത്ര മണ്ടിയല്ല സാവിത്രി. ഹാ, നല്ലത്. ചടങ്ങുകളൊക്കെയോ? പുറം നാട്ടുകാരനല്ലേ, ഇപ്പൊ എല്ലാം ഇഷ്ടം പോലെ, ഒന്നിനും കുറവില്ല. ഇനിയിപ്പോ ദിവസങ്ങളും അധികം ഇല്ല, ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും നല്ലത് വരട്ടെ ആ കുട്ടിക്ക്. എന്റെ കൃഷ്ണ, നീയെങ്കിലും രക്ഷിക്കും. അയാൾക്ക് കൊടുക്കല്ലേ, രക്ഷിക്ക കൃഷ്ണ. നിനക്ക് രക്ഷപ്പെടണല്ലേ? ഞങ്ങളെ കൊലക്കെടുത്തിട്ട് തന്നെ നിനക്ക് രക്ഷപ്പെടണം. രക്ഷപ്പെടുത്താടി നിന്നെ. എഴുന്നേക്ക്. ശിവമുതലാളി അയച്ച ബ്രൂട്ടീഷനോ അങ്ങനെ എന്തോ പറഞ്ഞ് അവിടെ നിക്കണുണ്ട്. അവര് നിന്നെ ഒരുക്കും. വേഗം ഒരുങ്ങി വരാൻ നോക്ക്. ഞാൻ എത്ര തവണ പറഞ്ഞു അമ്മ, എനിക്ക് കല്യാണം വേണ്ടാന്ന്. ഇങ്ങനെ ചെയ്യുന്ന എനിക്ക് വേണ്ട, വേണ്ട, എനിക്ക് കല്യാണം വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് കൊടുക്കല്ല. കൊള്ളാം, ഞങ്ങളെ തിന്നും മുടിപ്പിക്കാനാണോടി? രൂപ 1ഉം 2ഉം അല്ല, 55 ലക്ഷം. ഹോ, നിന്റെ മാമൻ പൊട്ടനുണ്ടായിരുന്നേച്ചാ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അനന്തരവളോട് ഒരിക്കലല്ലേ സ്നേഹം. ദേ നോക്ക്, അത്രയും പണം എണ്ണി തന്നത് വെറുതെ അല്ല, നിന്നെ കണ്ടിട്ട് തന്നെയാ. എന്റെ പൊന്നു മോൾ ഒരുങ്ങി മിടുക്കിയായിക്കേ. പിന്നെ നിന്റെ ഈ കെട്ടി വീർപ്പിച്ച മുഖം മുതലാളിയുടെ മുന്നിൽ അങ്ങനെ കാണിച്ച മതിയാക്കടി നിന്റെ നാടകം. അത് ഞാൻ അരവിന്ദനെ ഇങ്ങോട്ട് വിടണോ? അവിടെ ഒരു പൂങ്കണ്ണീര്. നീ എന്നെ വരുത്തിക്കാതെ വേഗം ഒരുങ്ങ.
हिरण्यवर्णाय हिरण्यरूपाय हिरण्यपतये अम्बिकापतय उमापतये पशुपतये नमो नमः। ॐ नमो हिरण्यवाहवे हिरण्यवर्णाय हिरण्यरूपाय हिरण्यपतये अम्बिकापतये उमापतये पशुपतये नमो